എല്ലാവരും എന്നെ എടുക്കുവാണോ? എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞോ? നമ്മൾ ഉണ്ണാൻ പോകുന്നതേ ഉള്ളൂ, ചോറുണ്ണാൻ പോവാണേ. പിന്നെ എനിക്ക് എല്ലാവരോടും പറഞ്ഞു, ഞാൻ ആരുടെയും പേരെടുത്ത് ഹായ് പറയാതെ പറയുന്നില്ല. എന്ന് വെച്ചാൽ ഒരാളോട് പറയുമ്പോൾ ഒരാൾക്ക് പിണക്കം, ഒരാളോട് പറയുമ്പോൾ ഒരാൾക്ക് പിണക്കം. ആരോടും എനിക്ക് പ്രത്യേകത സ്നേഹമായിട്ട് ഞാൻ പറയുന്നതല്ല. പിന്നെ അതുപോലെ എന്നോട് അമ്മ എൻ്റെ പറയോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ പറഞ്ഞ. കുറേ പേരൊക്കെ അമ്മ അവരുടെ പറഞ്ഞുള്ളൂ, അവർ വിളിച്ചുകൊണ്ട് പറഞ്ഞൊക്കെ ചോദിച്ചു ഒരുപാട്. അങ്ങനെയൊന്നുമില്ല മക്കളെ, എനിക്ക് എല്ലാവരും ഒരുപോലെ ഉള്ളൂ. അതുപോലെ കമന്റിലൊക്കെ പറയുമ്പോൾ ഒത്തിരി കമന്റ് വരുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് എടുത്ത് ഇപ്പൊ പേര് അങ്ങനെ പറയാനായിട്ട് പാടായി വരുന്നു. അതല്ല, ദേവ് ചിലപ്പം ദേവിനെ എനിക്ക് പറയാൻ പറ്റത്തില്ലായിരിക്കും പേര്, ഞാനങ്ങ് മറന്നുപോകും എന്നോട് പറയുമ്പോൾ. അതാണ് എനിക്ക് വരുന്ന ഇത്. അല്ലാതെ എനിക്ക് പറയുന്നൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാം ഒന്നും എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ചു, ഹായ് പറയുന്നില്ല. നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇന്നാണ് വെഡിങ് ആനിവേഴ്സറി എങ്കിൽ ഇന്നലെ, അതായത് നാളെ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ ഇന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ വീഡിയോയിൽ പറയാം. ഇന്നിപ്പം ഒരു 7 വയസ്സുള്ള മോടെ അയോണ എന്നാണ് മോടെ പേര്. ആ മോടെ ബർത്ത്ഡേ ആണ് ഇന്ന്. മോളെ ഹാപ്പി ബർത്ത്ഡേ, ഒരുപാട് സന്തോഷങ്ങൾ കിട്ടട്ടെ കുഞ്ഞുമോക്കെ. അപ്പോൾ മോടെ ബർത്ത്ഡേ ആണ്, ഹാപ്പി ബർത്ത്ഡേ മോളെ. പിന്നെ ബാക്കിയൊന്നും ആടുന്നും എല്ലാവർക്കും ഹായ് അങ്ങ് പറഞ്ഞേക്കാം. ഇനി ഹായ് വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹായ്, അതാവുമ്പോൾ എല്ലാവർക്കും കിട്ടിയില്ലേ ഹായ്. അപ്പോൾ ബർത്ത്ഡേ വേണ്ടവർ, ഞാനിപ്പോൾ ഇവന് താഴെ ഒരു നമ്പർ കൊടുക്കാം, ആ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ബർത്ത്ഡേ ആണ് അല്ലെങ്കിൽ നാളെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അയയ്ക്കുക. അപ്പോൾ നമ്മളത് കണ്ടിട്ട് അന്ന് അതിൻ്റെ ആ ദിവസത്തെ വീഡിയോയിൽ, ഏതെങ്കിലും ഒരു വീഡിയോയിൽ, വലിയ വീഡിയോയിലോ ചെറിയ വീഡിയോയിലോ ഒരു വീഡിയോയിൽ നമ്മളത് പറയും. അമ്മ അല്ലാതെ അമ്മയ്ക്ക് ഇന്നവരെന്നൊന്നും ഒരു ഇതില്ല കേട്ടോ. അതുകൊണ്ട് ആരും അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കുക. എനിക്ക് ഭയങ്കര സങ്കടം അങ്ങനെയൊക്കെ പറയുമ്പോൾ, ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ചോറൊക്കെ കൊണ്ടിട്ട് എല്ലാവരും സന്തോഷത്തോടെ ഒക്കെ ഇരുന്ന് വേണം വിളിക്കാൻ കേട്ടോ. ചോറെടുത്തേക്കാം. അപ്പൂപ്പനും കൊച്ചും കൂടെ അവിടെ കളിയാ. അച്ഛൻ വന്നു. അച്ഛൻ എന്നൊരു മരണസ്ഥലത്ത് എങ്ങാണ്ട് പോകാനുണ്ട്. അതുകൊണ്ട് അച്ഛൻ നേരത്തെ ഒന്ന് ചോറുണ്ടു പോകാനിരിക്കുവാണേ. നമുക്ക് ഇന്നത്തെ കറി നോക്കിക്കേ. എന്താ നിങ്ങൾ ഓർക്കും മുട്ടക്കറിയാന്ന്. മുട്ടക്കറി അല്ല കണ്ടോ, നമ്മുടെ ചെറിയ ചേമ്പില്ലേ, കൊച്ചു ചേമ്പ്, അത് മുറിക്കാതിട്ട് കറി വെച്ചതാണ്. കറി. പിന്നെ നമ്മുടെ ബീട്രൂട്ട്, പിന്നെ ഇന്നലത്തെ ചുണ്ടുണ്ട്, ബീട്രൂട്ട് തോരൻ വെച്ചു. പിന്നെ അച്ചാറുണ്ട്. പിന്നെ 2 ദിവസം ആയതാണ് എങ്കിലും ഇവർക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല. വരാല് കറി ഇന്ന് നമ്മൾ, അതുകൊണ്ട് നമുക്കിതേ ഇന്ന് കറി കണ്ടോ. ഇന്ന് ഞാൻ വെച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടും ചേമ്പ് കറി അരച്ച് ചാറ് വെച്ചത്, പിന്നെ മിനിഞ്ഞാന്നത്തെ വരാല് കറി, അച്ചാറ്, ഇത്രയെല്ലാം കറിയുണ്ട്. എല്ലാവരും ഓടി വായോ ചോറുണ്ണാൻ.